ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഏറെ ബഹുമാന്യനായ എസ് പ്രേംകൃഷ്ണൻ IAS അവർകൾ, പി പ്രശാന്ത് അവർകൾ, ചലച്ചിത്രതാരം അനുശ്രീ, ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അടിമുറ്റത്ത് മഠം സുരേഷ് ഭട്ടതിരിപ്പാട്, മറ്റ് വേദിയിലും സദസ്സിലുമായി വളരെ വിപുലമായ ഒരു പരിപാടിയിലേക്ക് പോകേണ്ടതുണ്ട്. അതിന് ഇടയിൽ പോലും നമ്മുടെ മലയാലപ്പുഴ ഭഗവതിയുടെ ഈ പൊങ്കാല ഉത്സവത്തിൽ പങ്കെടുക്കുന്ന ആ ഒരു മനസ്സിന് വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. അഡ്വക്കേറ്റ് പി പ്രശാന്ത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ യാതൊരു എതിർപ്പും കൂടാതെ മറ്റുള്ളവരൊക്കെ വരണമെങ്കിൽ നമുക്കറിയാം വളരെ ഭാരിച്ച ചെലവുള്ള ഒരു യാത്രയൊക്കെ കഴിഞ്ഞാണ് ഇവിടെ വരുന്നത്. പ്രിയപ്പെട്ട അനുശ്രീ നമ്മളോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് മലയാലപ്പുഴ ഭഗവതിയുടെ അനുഗ്രഹം പ്രിയപ്പെട്ട കലാകാരിക്ക് പദവിയിൽ കൂടുതൽ കിട്ടട്ടെ എന്ന ക്ഷേത്ര ഉപദേശക സമിതി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട അനുശ്രീയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബ്രഹ്മശ്രീ അടിമുറ്റത്ത് മഠം സുരേഷ് ഭട്ടതിരിപ്പാട് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾക്ക് എപ്പോൾ വിളിച്ചാലും അദ്ദേഹത്തിന് അവരുടെ ഈ പൊങ്കാല ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഏറെ ബഹുമാന്യനായ DYSP, പത്തനംതിട്ട DYSP ശ്രീ നന്ദകുമാർ സാർ, അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് കമ്മീഷണർ ആറന്മുള ശ്രീമതി R രേവതി, നമ്മുടെ നാട്ടുകാരിയാണ്. പ്രിയപ്പെട്ട R രേവതിയെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വാർഡ് മെമ്പർ ശ്രീമതി സുമ രാജശേഖരൻ അവരുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ വിലയേറിയ സഹായങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് ദിവസങ്ങളെ ലഭിക്കുന്നുണ്ട്. ഈ സഹായ സഹകരണങ്ങൾ തുടർന്നും ലഭിക്കണമെന്ന് ദേവീനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഹെൽത്തിലെ ജീവനക്കാർ ഇവിടെ ഒരു ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. എന്നോട് ഒപ്പം പ്രിയപ്പെട്ട ക്ഷേത്ര ഉപദേശസമിതി പ്രവർത്തകർ, അവരെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദേവസ്വം ജീവനക്കാരെയും ഡോക്ടർമാർ, സ്റ്റാഫുകൾ എല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മലയാലപ്പുഴ അമ്മയുടെ നായകന്മാരായിട്ടുള്ള തിരിച്ചറിഞ്ഞിരിക്കുന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് മലയാലപ്പുഴ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ പ്രശാന്ത് സാറിനെ ഇവിടേക്ക് സ്വാഗതം ചെയ്തുള്ളൂ. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ശ്രീമതി അനുശ്രീ, പത്തനംതിട്ടയുടെ DYSP ശ്രീ നന്ദകുമാർ, നമ്മുടെ ഡെപ്യൂട്ടി കളക്ടർ R രാജലക്ഷ്മി, അസിസ്റ്റന്റ് കമ്മീഷണർ രേവതി, AO സുനിൽ, മറ്റ് ദേവസ്വം ഉദ്യോഗസ്ഥരെ, അമ്മമാരെ, സഹോദരിമാരെ, ഭക്തജനങ്ങളെ, പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് മലയാലപ്പുഴ അമ്മയുടെ തിരുമുന്നിൽ പൊങ്കാല അർപ്പിക്കുവാൻ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ, അമ്മമാർ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. അവരെല്ലാം ആദ്യമായി മലയാലപ്പുഴ അമ്മയുടെ പേരിൽ ഈ തിരുസന്നിധിയിലേക്ക് ഹൃദ്യമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ സ്വാഗതം ചെയ്യുകയാണ്. അമ്മയുടെ ഐതിഹ്യത്തെക്കുറിച്ച് ഞാൻ ഇവിടുത്തെ അമ്മയുടെ അഗാധമായ ഭക്തരായ ഭക്തജനങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാം. ഏതാണ്ട് 2500ഓളം പഴക്കമുള്ള ഈ പുരാതനവും പൗരാണികവുമായ ക്ഷേത്രം, ഈ ക്ഷേത്രത്തിൻ്റെ ശക്തിയെക്കുറിച്ചും ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തെക്കുറിച്ചും അനുഭവിച്ചറിഞ്ഞവരാണ് ഈ നാട്ടിലെ ഭക്തജനങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരു ദീർഘമായ പ്രഭാഷണം അതിൻ്റെ പേരിൽ ആവശ്യമില്ല എന്ന് എനിക്കറിയാം. പൊങ്കാല അർപ്പിക്കുവാൻ എത്തിയിരിക്കുകയാണ് നമ്മുടെ അമ്മമാർ. പൊങ്കാല എന്ന് പറയുന്നത് തിളച്ചുമറിയുന്ന അമ്മമാരുടെ മാതൃത്വ സ്നേഹം തിളച്ചുമറിയുന്നൊരു നൈവേദ്യമാണ് പൊങ്കാല എന്ന് പറയുന്നത്. അമ്മയുടെ മുന്നിൽ ഒരു മകളെന്ന പോലെ ആശ്വാസത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നൊരു മുന്തിരിയും കർക്കണ്ടവും ഒക്കെ ഇട്ട് തയ്യാറാക്കുന്ന ഔഷധ നൈവേദ്യം കൂടിയാണ് പൊങ്കാല. പൊങ്കാല അർപ്പിക്കുവാൻ അമ്മയുടെ മുന്നിലെത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ പറയുന്നു.
ബഹുമാനായ യോഗ അധ്യക്ഷൻ സമിതി പ്രസിഡന്റ് പ്രവീൺ പ്ലാവ, വേദിയിൽ സദസ്സിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഭക്തജനങ്ങൾ, മലയാളത്തിലെ അമ്പലത്തിൻ്റെ പ്രശസ്തിയെ പറ്റിയോ അമ്മയുടെ അനുഗ്രഹം. ഒരുപാട് സന്തോഷം അമ്മയുടെ മുന്നിൽ ഇങ്ങനത്തെ ഒരു പുണ്യ ചടങ്ങിന് വരാൻ കഴിയുന്നത്. ഒത്തിരി സന്തോഷം. അതൊരു വലിയ അനുഗ്രഹമായിട്ട് തന്നെ കാണുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ ഞാൻ പത്തനാപുരംകാരിയാണ്. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ യാത്ര മാത്രമേ ഉള്ളൂ എനിക്ക് ഇങ്ങോട്ടേക്ക് വരുന്നതിൽ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത് ഈ പറഞ്ഞതുപോലെ വലിയൊരു സംഭവമായിട്ട് തോന്നുന്നില്ല. പിന്നെ എനിക്ക് പറ്റുമ്പോഴൊക്കെ, സമയം കിട്ടുമ്പോഴൊക്കെ, നാട്ടിലുള്ളപ്പോഴൊക്കെ ഞാൻ ഇവിടെ വരാറുള്ളതാണ്. അമ്മയുടെ അനുഗ്രഹം വാങ്ങാറുള്ളതാണ്. എനിക്ക് തോന്നുന്നു 2 മാസം മുമ്പും ഞാൻ വന്നിരുന്നു. എങ്കിലും ഇങ്ങനെ ഒരു ചടങ്ങിന്, ഈ ഒരു പൊങ്കാല ദിവസം വന്ന് ഭദ്രദീപത്തിന് തിരികൊളുത്തുന്ന ആ ഒരു മൊമെൻറ്റിൽ നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. അത് അമ്മയുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ കാണുന്നു. ആ ഒരു അനുഗ്രഹം നിങ്ങളോടൊപ്പവും അതുപോലെ തന്നെ എന്നോടൊപ്പം തുടർന്നുള്ള ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.